ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഇന്ത്യൻ റെയിൽവേയുടെ ഡിവിഷൻ ഹോസ്പിറ്റലാണ്. നമ്മൾ ഫയർ ഫൈറ്റിംഗ് പർപ്പസിനായിട്ട് 5000 ലിറ്റേഴ്സിന്റെ ഫയർ ടാങ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഇത് SS304 ഗ്രേഡ് ടാങ്കാണ്. ശുദ്ധമായ വെള്ളത്തിൽ ഇതിനെ തുരുമ്പിപ്പിക്കാനോ ഡാമേജ് ആക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഇപ്പോൾ ബോർവെൽ വാട്ടറൊക്കെ ഡയറക്റ്റായി ഇതിൽ സ്റ്റോർ ചെയ്താൽ അതിൽ TDS, ഹാർഡ്നെസ്, pH വാല്യൂ, അയൺ കണ്ടന്റ് കൂടുതലാണെങ്കിൽ ഇതിന്റെ ഇന്റേണൽ കൊറോഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഇതിന്റെ ലൈഫ് കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ബോർവെല്ലൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ വെള്ളമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ലാബിൽ കൊടുത്ത് അത് ട്രീറ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് സ്റ്റോർ ചെയ്യുക. അതേപോലെ തന്നെ എക്സ്റ്റേണൽ കൊറോഷൻ വരാതിരിക്കാനും 2-3 മാസം കൂടുമ്പോൾ എക്സ്റ്റേണലും ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം ഇതിന്റെ ഗ്രൂവിലൊക്കെ മോയ്സ്ചറും പിന്നെ ഡസ്റ്റൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് ഇതിൽ നിന്നും എക്സ്റ്റേണൽ കൊറോഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങളുടെ വെൽഡിംഗ് പ്രോസസ്സ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് സീം വെൽഡിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഹീറ്റ് ഇൻപുട്ട് വളരെ കുറവായിരിക്കും. മറ്റ് ടിഗ്, മിഗ്, സ്റ്റിക്ക് വെൽഡിംഗ് പോലത്തെ ഹൈ ഹീറ്റ് ഇൻപുട്ടും അങ്ങനെ മൈക്രോ സ്ട്രക്ചറും മാറുന്ന രീതിയിലുള്ള ഹീറ്റ് വെൽഡിംഗ് പ്രോസസ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെൽഡ്പരമായിട്ടുള്ള കൊറോഷൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലത്തെ ഡൊമസ്റ്റിക് ടാങ്കുകളായാലും ഇതൊന്ന് ശ്രദ്ധയിൽ വെക്കണം. ഇതിന്റെ ടാങ്കിന്റെ ലൈഫ് കിട്ടുന്നത് അതിന്റെ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി, പിന്നെ നമ്മൾ പീരിയോഡിക്കൽ ഇൻസൈഡും ഔട്ട്സൈഡും ക്ലീനിങ്ങിന് ആസ്പദമാക്കിയാണെന്ന് ധരിപ്പിക്കുന്നു.